അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദകൾക്കനുസരിച്ച് ജീവിക്കുന്ന എല്ലാ സുന്നികളും അവരുടേതാണ് യഥാർത്ഥ ഇസ്ലാമെന്നും അവരുടെ വിശ്വാസമാണ് യഥാർത്ഥമെന്നും ഇവിടെ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ വിശ്വാസം വിശ്വസിക്കുന്ന ആളുകൾ മുശ്രിക്കും കാഫിറുമാണെന്ന് ധൃതിപ്പെട്ട് അവരെ കാഫിറാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനം. അവരിവിടെ അവരുടെ വാദം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സർവ്വ പണ്ഡിതന്മാരും ഓരോ സന്ദർഭത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ ക്ലിപ്പുകളിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് അവർക്ക് യോജിക്കുന്നത് മാത്രം എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന ചില വാടക പ്രാസംഗ്യന്മാരുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ജഫ്രി തങ്ങളുടെ ഒരു ക്ലിപ്പിൻ്റെ ഒരു ശകലം എടുത്തിട്ട് ഒരു ചങ്ങായി പ്രസംഗിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അതിലുള്ള അവൻ പറയുന്ന പ്രയോഗം, അള്ളാഹു കാണും പോലെ ഔലിയാക്കളും കാണും, അള്ളാഹ് എല്ലാം കാണും, ഔലിയാക്കളും എല്ലാം കാണും, അള്ളാഹ് അറിയും എന്ന പോലെ ഔലിയാക്കളും എല്ലാം അറിയും എന്ന് പറഞ്ഞിട്ട് ശേഷമുള്ള വിശദീകരണം കൊടുക്കണില്ല. പക്ഷേ അള്ളാഹു അറിയുന്നത് അള്ളാഹുവിൻ്റെ സ്വയമുള്ള അറിവും ഔലിയാക്കന്മാരുടെ അറിവ് അള്ളാഹു കൊടുക്കുന്ന അറിവുമാണെന്നും എന്ത് കാര്യങ്ങളും ഈ സാധാരണമായിട്ടും അസാധാരണമായിട്ടും അവിടെ സംഭവിക്കുന്നത് മുഴുവനും അത് അള്ളാഹുവിൽ നിന്നുള്ളാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സ്വയം കഴിവും, അസാധാരണമാവട്ടെ സാധാരണമാവട്ടെ അതൊക്കെ സൃഷ്ടികളിൽ നിന്നാകുമ്പോൾ അതൊക്കെ അള്ളാഹ് കൊടുക്കുന്ന കഴിവുമാണെന്ന് വിശ്വസിച്ചാൽ, ഇതൊക്കെ ആ ക്ലിപ്പിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ കോട്ടിമാട്ടിക്കാണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാടുകൾക്ക് ഇവർ ഓക്കാനിച്ച് കൊടുക്കുന്നത് എടുത്ത് തിന്നാനല്ലേ കഴിയുള്ളൂ. കാരണം ഇവറ്റക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. കാരണം ഇവരെ 1-ാം ക്ലാസ് മുതലേ അവരെ വഹാബി വിഷം കുത്തിക്കയറ്റി ഇങ്ങനെ ഇവരോട് പഠിപ്പിക്കുന്നത് മുഴുവനും എന്താണ്? ഇവിടെയുള്ള സുന്നികളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും. ഒരു വ്യക്തിയെ നല്ല നിലക്ക് നടക്കുന്ന ഒരു വ്യക്തിയെ ഏതൊക്കെ നിലക്ക് ഇവിടെ മുശ്രിക്കോ കാഫിറോ ജാതിന്നോ പുറത്താക്കാൻ നോക്കുക, അതിനുള്ള ഒരു സമൂഹത്തിനെ അവിടെ വാർത്തെടുത്തിട്ട് അവസാനം ഈ സമൂഹം ഇവരും മുശ്രിക്കാണെന്ന് വരുത്തി ഇവരെ 10-100 ഗ്രൂപ്പായി പിരിഞ്ഞാണ്ട് അവർ പരസ്പരം മുശ്രിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ വിഷ്തെന്ന് അറിയുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ മുസ്ലിമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കാണ് എന്നിടത്തേക്കാണ് ഇപ്പോൾ വഹാബിസം എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൽ ആ വിഷ്ടത്തിൽപ്പെട്ടതല്ലാത്ത ആളുകൾ പിന്നെ ഇവർ അതിൽ നിന്ന് കടഞ്ഞെടുത്താണല്ലോ വിഷ്ടമെന്നറിയുന്ന ഗ്രൂപ്പ്. അല്ലാത്തവരൊക്കെ ഇപ്പം എന്താണ്? അവർ ചിന്തിച്ചുകൊണ്ട് യുക്തിവാദത്തേക്ക് പോകുക. അവരെ വലിയ പ്രൊഫസർ വലിയ ക്ലാസ്സൊക്കെ നടത്തിയ ആളായിരുന്നു ജാമിദ, അവളിപ്പോൾ ആരാ? യുക്തിവാദിയായില്ലേ. ഇങ്ങനെ യുക്തിവാദത്തിന് ഞാനിപ്പോൾ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കിയ സമയത്ത് യുക്തിവാദികളെ ബോർഡ് വെച്ചത് പരസ്യമായിട്ട് വെച്ചത് ഇപ്പോൾ ഒതായി എന്ന് പറയുന്ന സ്ഥലത്താണ് 2-3 പോസ്റ്റമേൽ ഇപ്പോൾ ഞാൻ കണ്ടത്. യുക്തിവാദിൻ്റെ സമ്മേളനം എന്നോട് നടക്കുന്നത് കണ്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. ഇവരെന്ത് ചെയ്യണോ? ഈ സുന്നി പണ്ഡിതന്മാരെ മൊത്തത്തിൽ അവരല്ലാത്തവരൊക്കെ മുശ്രിക്കാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെയുള്ള എല്ലാ നന്മകളും ഇവർ മുടക്കി. ഒരാൾ മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ അവിടെ നടക്കുന്ന ഈ കണ്ണൂക്ക് എന്നതുപോലെ തന്നെ അവിടെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അതിനുവേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ, ഇതൊക്കെ എന്താണ്? ഇത് മരണത്തിന് ആഘോഷമാക്കുകയാണ്, കല്യാണം പോലെ ആക്കുകയാണ് എന്നപ്പോൾ പറയണത്. ഇവിടെ ഈ റസൂലുള്ളാഹിൻ്റെ കാലത്ത് സഹാബാക്കളെ വരെ പതിവുള്ള ഓരോ സംഗതികൾ ഇവിടെ നടത്തി വരുമ്പോൾ ഓരോരുത്തർ അവിടെ നിന്ന് വസിയത്ത് ചെയ്തത്, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ വഴിയിൽ വെച്ചിട്ട് ഒന്നിനും ഈ ഒരു കഴിവുമില്ലാത്ത ആളുകൾ എൻ്റെ ജനാസ വഴിയിൽ വെക്കണം, എന്നാൽ എൻ്റെ ഇന്ന ആളാണെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും? ഈ മറവ് ചെയ്തോളും എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രക്കും ദരിദ്രരായ ആളുകൾ. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനത്തെ ആളുകൾ മരിച്ചിട്ട് പോലും ആ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ആടിനറുത്തിട്ട് അവരെ വാപ്പ വസിയത്ത് ചെയ്തിരുന്നു ആടിനറുത്തിട്ട് അവിടെയുള്ള ഈ സഹാബാക്കളൊക്കെ വിളിച്ച് സൽക്കാരം നടത്തിയത്. എത്രത്തോളം നബിൻ്റെ പ്രിയ പത്നിയായ ഖദീജ ബീവിയെ സ്മരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം
ആടിനെ അറുത്തിട്ട് അവിടുന്ന് അറുത്തിട്ട് സ്നേഹിതർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ എത്ര നല്ല നല്ല കാര്യങ്ങൾ റസൂലുള്ളാഹി കാണിച്ചു തന്നു. നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ എല്ലാ നിലക്കും ഇപ്പം നടത്താൻ അന്ന് കഴിഞ്ഞോളന്നില്ല. അപ്പം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മരിച്ച വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ അല്ലാത്തതാവട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ എന്താണ് ഇവർ വിമർശിച്ച് കാണ്ട് ഇതൊക്കെ എന്താണ് അത് ആഘോഷമാണ്, കല്യാണം പോലെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇവിടെ വെളിച്ചപ്പെടുകയാണ്. ഒരു കാലത്ത് നബിദിനം ആഘോഷിച്ചിരുന്ന ഇന്നതാ ഏറ്റവും വലിയ ശിർക്കും കുഫ്റാണെന്നാണ് പറയുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹു ഉണ്ടാക്കിയ ബെയ്ത്ത് മുതൽ സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയ മങ്കൂസ് മൗലൂദ് വരെയുള്ള എല്ലാ നബി കീർത്തനങ്ങളെയും വിമർശിച്ചുകൊണ്ട് ഇതൊക്കെ ശിർക്കും കുഫ്റുമാണെന്ന് പറയുന്ന ഈ വിവരമില്ലാത്ത വിവരദോഷികൾ അവരൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? മഹാന്മാർ അവർ പറഞ്ഞെന്താണ്? ഉഹദ് പർവ്വതത്തോളം എനിക്ക് സ്വർണമുണ്ടെങ്കിൽ ഞാനത് ഈ നബിൻ്റെ മൗലൂദിന് വേണ്ടി ചിലവഴിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ ചിലവഴിക്കുക എന്ന് പറഞ്ഞത് ഇതൊക്കെ ചിലവഴിക്കണമെങ്കിൽ റസൂലുള്ളാഹിനോട് മഹബത്ത് വേണം. ഈ ചിലവഴിക്കുന്നത് എന്തിനാണ്? അവന് ഈ സാധുക്കൾക്ക് വിതരണം ചെയ്യാണ്, പാവങ്ങൾക്ക് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ആളുകൾക്ക് വിതരണം ചെയ്ത റസൂലുള്ളാഹിൻ്റെ ആ ജന്മദിനത്തിൽ സന്തോഷിച്ചു കൊണ്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് തെറ്റാണ്, ശിർക്കാണ്, കുഫ്റാണ് എന്നാണ് പറയണത്. എന്നതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പം മുണ്ടാതെ പോകണം എന്നൊക്കെയാണ് പറയണത്, അനങ്ങാതെ പോവുക. ഇങ്ങനെ എന്തൊക്കെ നന്മകൾ മുസ്ലിമീങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നന്മകളൊക്കെ മുടക്കിയിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ സുന്നികൾ കണ്ടില്ലേ അവർ ചെയ്യുന്നത്? അതിനേതോ ചങ്ങായി ഇപ്പം സി എം മടവൂരിനെ സംബന്ധിച്ച് പലരും പലതും പറയുമ്പോൾ ഏതോ ഒരു ചങ്ങായി പറഞ്ഞ് സി എം മടവൂരാനെ പടച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടാക്കി. കള്ളത്തെരീക്കത്തിൻ്റെ ആളുകൾ എന്തൊക്കെ നിർമ്മിച്ചുണ്ടാക്കുന്നു ഇതൊക്കെ സുന്നികളുടെ മേലും സമസ്തൻ്റെ മേലും വെച്ച് കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാം? ഇവരടിയിൽ ഈ ഒന്നും അറിയാത്ത ഈ ജാഹിലിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചു കൊടുക്കുക. അതാ കണ്ട ഓരോ സമസ്തൻ്റെ മൂല്യന്മാർ പറയണതെന്ന് പറഞ്ഞിട്ടാണ് ക്ലിപ്പിടുക. ഇതൊക്കെ ഏടാകൂടങ്ങൾ ഇതിനെ ഒഴിവാക്കി ചണ്ടിഭണ്ഡാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ സമസ്ത രൂപീകരിച്ചത്. വഹാബിസത്തിനെയും കള്ളത്തരീഖത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സമസ്ത രൂപീകരിച്ച് ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത് കണ്ടപ്പോൾ വഹാബികളെ പെട്ട തന്നെ ഈ പരസ്പരം അങ്ങോട്ടോട്ട് മുശ്രിക്കാക്കുമ്പോൾ മറ്റേ വഹാബികൾ ഇത് ബന്ധം അംഗീകരിക്കാത്തതുപോലെ ഈ കള്ളത്തരീഖത്തുകാർ പറയുന്നത് സമസ്ത അംഗീകരിക്കണില്ല, സുന്നികൾ അംഗീകരിക്കണില്ല. ഈ ബാലപാഠം ആർക്കും അറിയില്ല. എന്നിട്ട് മൊത്തത്തിൽ ഇവിടെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുക. ഇത് കാണുമ്പോൾ എന്താണ് നാടന്മാർ ചിന്തിക്കുകയാണ് അതങ്ങനെ തന്നെ നിൽക്കും. കുറച്ച് ആൾക്കാർ ഗൾഫ് പോയെന്ന് കണ്ട് അവിടെയുള്ള മറ്റേ തൗഹീദ് വേറെ തൗഹീദ് കിതാബ് തൗഹീദൊക്കെ വായിച്ചിട്ട് വെറും വർഗീയത അത് പല രാജ്യത്തും എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഇബ്നു തൈമിയ്യൻ്റെ ഏതാളെ ഓർക്കണേ. ഏതായാലും ഇവരെ തൗഹീദ് കിതാബ് തൗഹീദ് ഈ തൗഹീദൊക്കെ എന്താണ് പറയുക? അതിലൊക്കെ തനിച്ച വർഗീയത അല്ല പറയുന്നത്. ഇങ്ങനത്തെ ഈ വർഗീയത ഇവിടെ വളമ്പുന്ന ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കണ്ട് ജനങ്ങളെ മുസ്ലിമീങ്ങൾ സുന്നികളെ ഇതിൻ്റെ മേലിൽ ആക്ഷേപിക്കുകയാണെന്ന്. ഇപ്പം ഇവിടെയുള്ള കുറച്ച് ഇവർ കുറച്ച് വഹാബികളെ മുസ്ലിമീങ്ങളുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കാഫിരീങ്ങളാണ്. എത്രത്തോളം കൊല്ലണം എന്ന് വരെ എവിടെ എഴുതിയിട്ടുണ്ട് എന്ന്. ഇങ്ങനത്തെ ഓരോ വാചകങ്ങൾ ഈ വർഗീയ വാചകങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവിടെ മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെയും മുസ്ലിമികളെയും സുന്നികളൊക്കെ കരിവാരി തീർക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വഖഫ് സ്വത്തിൻ്റെ ഒരു വലിയൊരു കുതൂഹലം നടക്കുന്നുണ്ടല്ലോ, ഫാറൂഖ് കോളേജിൻ്റെ. അതിവിടെ അതിൻ്റെ പിന്നാലെ എന്തിനാ നമ്മളൊക്കെ അതിൻ്റെ പിന്നാലെ കൂടുന്നത്? വഹാബികൾ ആ കോളേജ് വഹാബികൾക്ക് എടുത്തതാണ്, വഹാബികളുള്ള കോളേജിനാണ് വഖഫ് ചെയ്തത്. അത് കിട്ടിയാലും ഇനി വഹാബികൾക്കല്ല കിട്ടുക. ഓലത് വിറ്റാണ്, പൈസ മുടങ്ങിയാണ്. ഓൽക്കെന്ത് വഖഫ്? പള്ളി വരെ വെക്കുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഓടേണ്ടി എന്താ ആവശ്യമുള്ളത്? എത്ര പള്ളികൾ ഒരുപാട് വിറ്റിട്ടുണ്ട്, പള്ളിൻ്റെ മുതലും അല്ലാത്തതും വഖഫ് ഇതല്ലാത്തതും ഒക്കെ. എത്ര പോലെ കട്ടെടുത്ത് സുന്നികളെ പള്ളികൾ എത്ര കട്ടെടുത്ത്. ഈ വഖഫ് എന്താണെന്നും മറ്റെന്താണെന്നും പറയാൻ അറിയാത്തൊരു കൂട്ടം ജാഹിലീങ്ങൾ ഇവിടെ എന്താണ് ഇങ്ങനെ ഈ കളികളൊക്കെ കളിച്ചുവെച്ചുകൊണ്ട് അതിന് പിന്നെ മദ്യം പറയാൻ വേണ്ടിയിട്ട് അത് വഖഫ് തന്നെയാണ്, അത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒലക്ക കിട്ടും. അത് കിട്ടിയാൽ വഹാബികൾക്കല്ല കിട്ടുകയാണെങ്കിലും കിട്ടുക. വഹാബികൾക്ക് കിട്ടിയിട്ട് എന്താണ്? വഹാബികൾക്ക് ഓൽക്ക മാണ്ടാന്ന് പറയുന്നുണ്ട്. ഓല് വിറ്റതല്ലേ, വിറ്റോ അതിൽ പിന്നെ തിരിച്ചാകാൻ പറ്റുമോ? ഓൽക്ക് അങ്ങനത്തെ ഒരു വഖഫും ഇല്ല, അങ്ങനത്തെ ഒരു ഇതും ഇല്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇവർക്ക്
ഇവർക്ക് ഇപ്പം കാര്യമായിട്ടുള്ള എന്താണെന്നാലോ ഓരോ സംഘടന വളർത്തണമെങ്കിൽ സംഘടന അറിയപ്പെടണമെങ്കിൽ കുറേ കളവുകൾ നിർമ്മിച്ചിട്ടാക്കിയാണ്ട് അത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മേലാണ്ട് വെച്ച് ചേർത്തുമ്പോൾ എന്തെന്നറിയോ മറ്റുള്ള ആൾക്കാർ പോലെ അനുകൂലിച്ചാണ്ട്, കാരണം ഏതായാലും ജാതിയിൽ നിന്ന് പുറത്തു പോകുകയാണല്ലോ. അങ്ങനെ മുസ്ലിമീങ്ങളെ ഇല്ലാതെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞതുപോലെ ഒരു ഭക്ഷണത്തലികയിലേക്ക് എല്ലാവരും പല ആളുകളും കൈനീട്ടുന്നത് പോലെ യഥാർത്ഥ സുന്നത്തിയമാത്തിനെ തകർക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കൈനീട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യബോധമുള്ളവർ ഇതൊക്കെ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇവരെ ഷെറിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യബോധമുള്ള പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാരെ അവരെയാകണം നമ്മൾക്ക് മാതൃകയാക്കേണ്ടത്. അവർ പറഞ്ഞെന്താണ് ബദരീങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ ബദരീങ്ങളാണ് ഇവിടെ രക്ഷിക്കണതെന്ന് നമുക്ക് വിശ്വാസമല്ലല്ലോ. ബദരീങ്ങൾക്ക് മഹാന്മാർക്ക് ചില കഴിവുകൾ കൊടുക്കും. ആ കഴിവ് പ്രകാരം നമ്മൾ ചോദിച്ചാൽ അത് അവരാണ് തരുന്നതെന്നുള്ള ഉദ്ദേശത്തിൽ അത് അള്ള കൊടുക്കുന്ന കഴിവും സ്വയമുള്ള കഴിവും മാറ്റുന്നുണ്ട്. അള്ള കൊടുക്കുന്നതല്ല സ്വയമുള്ളതാണെന്ന് വിശ്വസിച്ചാൽ അപ്പോഴാണ് ശിർക്ക്. അപ്പോൾ ശിർക്കും തൗഹീദൊക്കെ നമ്മൾ സുന്നികൾ മദ്രസന്ന് 5ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെയുള്ള പാഠത്തിൻ്റെ ഇടയിൽ ശിർക്കും തൗഹീദൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവരങ്ങനെയല്ല, തൗഹീദിനെ 3ആക്കി തിരിച്ചു കള്ളന്മാർ. തൗഹീദ് ഉലൂഹിയ, റുബൂബിയ, സിഫാത്തുൽ ഔസാഫ്. എന്നാൽ ഈ സിഫാത്തുൽ ഔസാഫ് കൊണ്ട് തൗഹീദിൻ്റെ വാചകമായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗഹീദാകുമോ? ഒരു മുസ്ലിം അങ്ങനെ ഇത് പറഞ്ഞാൽ മതിയോ? ഇത് പറഞ്ഞാൽ പോരല്ലോ. എന്നാലും പിന്നെ എങ്ങനെ തൗഹീദ് 3ആയത്? എന്നാൽ ഇവിടെ ഇവരാരോപിക്കുന്നത് സുന്നികൾ മുശ്രിക്കാണെന്നാണ്. മുശ്രിക്കാന്ന ജാതിയിൽ നിന്ന് പുറത്ത് പാണക്കാട് തങ്ങന്മാരടക്കല്ല എല്ലാ തങ്ങന്മാരും ഇവിടെ മുസ്ലിമീങ്ങളല്ല മുശ്രിക്കീങ്ങളാണെന്നാണ്. അപ്പോൾ പറയലോടുകൂടെ അവരെ മുശ്രിക്കായി. ഒരു സമൂഹത്തെ മുഴുവൻ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവരെ മുശ്രിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കാഫിറാണ് മുശ്രിക്കാണെന്ന് പറയാത്തത്. അതാണ് ഇത്രക്കും പവിത്രമാണ് ഈ അഹ്ലുസുന്നൻ്റെ അക്കീദ. അപ്പോൾ ഈ അക്കീദ വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളപ്പം മുസ്ലിമീങ്ങളോട് പെരുമാറുന്നത് പോലെ നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾ സുന്നി സമൂഹത്തിന് മുഴുവൻ മുശ്രിക്കാക്കിയത് കൊണ്ട് വ്യക്തിപരമായിട്ട് നീ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണെന്ന് തന്നെ ഓനോട് ആ മുസ്ലിമീങ്ങളെ നിയമം തന്നെ നമ്മൾ കൊണ്ടെടുക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഷെറിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.